അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ ഹോളി ആഘോഷിക്കാൻ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നു. വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്നാണ് ഈ നടപടി. ഹോളി ആഘോഷം അനുവദിക്കില്ല എന്നായിരുന്നു നേരത്തെ സർവകലാശാല കൈക്കൊണ്ട നിലപാട്. എന്തായാലും ഹോളി ആഘോഷം അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ നടത്താം എന്നുള്ള അനുമതി ഇപ്പോൾ ലഭിക്കുന്നുണ്ടല്ലോ. ജിഷ്ണു, വിനോദ്, അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ ഹോളി ആഘോഷത്തിന് അനുമതി നൽകിയിരിക്കുന്നു. അതിന് വാർത്താ പ്രാധാന്യം എന്തെന്നാൽ നേരത്തെ ഇത്തരത്തിലൊരു ഹോളി ആഘോഷം സർവകലാശാല ക്യാമ്പസിനുള്ളിൽ നടത്താൻ സാധിക്കില്ല, അല്ലെങ്കിൽ അത് നടത്താൻ അനുമതി നൽകില്ല എന്ന നിലപാടായിരുന്നു സർവകലാശാല ഭരണകൂടം എടുത്തിരുന്നത്. കഴിഞ്ഞ മാസം ഫെബ്രുവരി 25-നാണ് വിദ്യാർത്ഥികൾ സർവകലാശാലയിലെ വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ളവർക്ക് കത്ത് നൽകിയത്. ഇത്തരത്തിൽ ഹോളി ആഘോഷത്തിന് അനുമതി നൽകണം, അതിനുള്ള സ്ഥലം അനുവദിക്കണം എന്ന് കാണിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ അപേക്ഷ നൽകിയിരുന്നു. ശേഷം വിദ്യാർത്ഥികൾക്ക് ലഭിച്ച മറുപടി ഇത്തരത്തിൽ ഹോളി ആഘോഷത്തിന് അനുമതി നൽകാൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു. അതിനുശേഷം ഒരു സർവകക്ഷി യോഗം സർവകലാശാല അധികൃതർ വിളിച്ചു ചേർത്തെങ്കിലും ആ യോഗത്തിലും ഹോളി ആഘോഷത്തോട് നിഷേധാത്മക നിലപാടായിരുന്നു സർവകലാശാല വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ള ഭരണകൂടം സ്വീകരിച്ചത്. യാതൊരു തരത്തിലും അനുമതി നൽകാൻ സാധിക്കില്ല എന്ന് വന്നു. പക്ഷേ പിന്നീട് അവിടെ വലിയ രീതിയിലുള്ള വിദ്യാർത്ഥി പ്രതിഷേധം നടക്കുകയും ഹോളി ആഘോഷത്തിന് അനുമതി നൽകിയില്ലെങ്കിൽ ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനുമൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും പരാതി നൽകുമെന്നും ഈ വിഷയം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മറ്റെല്ലാ തരത്തിലുള്ള ആഘോഷങ്ങൾക്ക് സർവകലാശാല അനുമതി നൽകുമ്പോൾ ഇത്തരത്തിൽ ഹോളി ആഘോഷത്തിന് അനുമതി നൽകാതിരിക്കുന്നത് അത് മതപരമായുള്ള വിവേചനം കൂടിയാണ് എന്ന് വിദ്യാർത്ഥികൾ വലിയ രീതിയിൽ ആരോപണം ഉന്നയിക്കുകയും പ്രതിഷേധം നടത്തുകയും ചെയ്തിരുന്നു. അതിന് പിറകെയാണ് ഇത്തരത്തിൽ ഹോളി ആഘോഷത്തിന് അനുമതി നൽകിക്കൊണ്ട് സർവകലാശാല നിലപാട് മാറ്റിയിട്ടുള്ളത്. നേരത്തെ നമുക്കറിയാം CAA സമര കാലത്തുൾപ്പെടെയും ഹിന്ദുക്കൾക്ക് ഖബർ ഒരുക്കും എന്ന മുദ്രാവാക്യം മുഴക്കിയിട്ടുള്ള സർവകലാശാലയാണ്. അത്തരം വിദ്യാർത്ഥികൾ വലിയ രീതിയിൽ പ്രതിഷേധം, ഈ ഹിന്ദുക്കളുടെ കുഴിമാടം ഒരുക്കുമെന്ന് മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പ്രതിഷേധം നടത്തിയ സ്ഥലമാണ് അലിഗഡ് മുസ്ലിം സർവകലാശാല. അവിടെയാണ് ഹോളി ആഘോഷം അനുവദിക്കാൻ സാധിക്കില്ല എന്നൊരു തീരുമാനം സർവകലാശാല അധികൃതർ കൈക്കൊണ്ടത്. അതിനെതിരെ വിദ്യാർത്ഥികൾ നടത്തിയിട്ടുള്ള പ്രതിഷേധത്തിനൊടുവിലാണ് ഇപ്പോൾ ഹോളി ആഘോഷത്തിന് അനുമതി നൽകിയത്. നമ്മുടെ ഹോളി ആഘോഷം ഡേറ്റ് 14 14-15 തീയതികളിലാണെന്ന് തോന്നുന്നു അല്ലേ ഈ വർഷത്തെ ഹോളി ആഘോഷം? ജിഷ്ണു, വിനോദ്, ഹോളി ആഘോഷം വരുന്നത് 14-ലാണ്. ഇന്നാണ് മാർച്ച് 9-നാണ് ഹോളി ആഘോഷിക്കാൻ അനുമതി നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ നേരത്തെ കത്ത് നൽകിയിരുന്നത്. കാരണം ഹോളി ദിനം അത് അവധി ദിവസമാണ്, അന്ന് സർവകലാശാല പ്രവർത്തിക്കുന്നതല്ല. ഒപ്പം എല്ലാവരും കുടുംബവും അല്ലെങ്കിൽ അത്തരത്തിൽ വിവിധ തരത്തിലുള്ള ആഘോഷങ്ങളിൽ ഏർപ്പെടുകയും ഒരു അവധി ദിവസമാണ് ഹോളി ദിനം എന്നുള്ളത്. അതുകൊണ്ട് മാർച്ച് 9-ന് ഹോളി ആഘോഷിക്കാൻ അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു വിദ്യാർത്ഥികൾ ഫെബ്രുവരി 25-ന് സർവകലാശാലയ്ക്ക് കത്ത് നൽകിയത്. ഇന്നലെയാണ് ഇപ്പോൾ മാർച്ച് 9-ന് ഹോളി ആഘോഷിക്കാൻ അനുവദിക്കാമെന്ന് അംഗീകരിച്ചുകൊണ്ട് സർവകലാശാല അധികൃതർ നിലപാട് തിരുത്തിയത്. തീർച്ചയായും 14-ലാണ് ഹോളി ആഘോഷം. നമുക്കറിയാം വിദ്യാലയങ്ങളിലൊക്കെ തന്നെ ഓണം, ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്നത് ആ ഡേറ്റിന് മുമ്പാണ്. കാരണം സ്കൂളും കോളേജും ഒക്കെ അടയ്ക്കുന്നതിന് മുമ്പ് ആഘോഷിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ അലിഗഡിൽ 9-ാം തീയതിയാണ് ഹോളി ആഘോഷം. 14-ലാണ് ഈ വർഷത്തെ ഹോളി മഹോത്സവം വരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.